നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ പുതുവത്സര ഫലമാണ് പറയുന്നത്. ഒരു വർഷത്തേക്കുള്ള ഫലമാണിത്. കൊല്ലവർഷം 1202 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവത്സര ഫലമാണ് പറയുന്നത്. നക്ഷത്രാധിപനായ സൂര്യൻ്റെയും അതിദേവതയായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹത്തോടു കൂടി ഈ വർഷത്തെ ഗ്രഹചാരഫലങ്ങൾ വിശകലനം ചെയ്യുകയാണ്. പ്രധാന ജീവിത മേഖലകളും 4 ഘട്ടങ്ങളായുള്ള മാസം തിരിച്ചുള്ള ഫലങ്ങളുമാണ് പറയുന്നത്. ആദ്യമായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയും ധനയോഗത്തെക്കുറിച്ചും പറയാം. അതിൻ്റെ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് വർഷത്തിൻ്റെ തുടക്കം മുതൽ സാമ്പത്തിക രംഗത്ത് പുരോഗതി പ്രകടമാകുമെന്നുള്ളതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനാകും. വരുമാന സ്രോതസ്സുകൾ വിപുലീകരിക്കാനും സാധിക്കും. മുൻകാലങ്ങളിൽ നൽകിയ വായ്പകൾ തിരികെ ലഭിക്കാനും കെട്ടിക്കിടക്കുന്ന കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടാനും അവസരമൊരുങ്ങും. ഭൂമി വാങ്ങാൻ, അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ, സ്വർണം അല്ലെങ്കിൽ വാഹനം എന്നിവയിലുള്ള നിക്ഷേപങ്ങളൊക്കെ സാഫല്യത്തിലെത്തും. സാമ്പത്തികമായ പുരോഗതിക്കായി ബാങ്ക് വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ഭാഗ്യദായകമായ ഒരു വർഷമാണ് സാമ്പത്തിക മേഖലയുടെയും ധനയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ചില ദോഷഫലങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ്. ദോഷഫലങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ കുടുംബ ചെലവുകളും ആഡംബര വസ്തുക്കൾക്കായുള്ള പണച്ചെലവും നമ്മുടെ കുടുംബത്തിലെ ബജറ്റിനെ അത് ബാധിച്ചേക്കാം. അപരിചിതരുമായോ സുഹൃത്തുക്കളുമായോ ചേർന്ന് വലിയ തുകയുടെ കൂട്ടു ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. മറ്റുള്ളവർക്ക് സാമ്പത്തിക ജാമ്യം നിൽക്കുന്നത് ഭാവിയിൽ ബാധ്യതകൾക്ക് കാരണമായേക്കാം. ഊഹക്കച്ചവടം, ഓഹരി വിപണി തുടങ്ങിയ റിസ്ക് കൂടിയ കാര്യങ്ങളിൽ അമിത പ്രതീക്ഷയോടുള്ള എടുത്തുചാട്ടം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിലും ഔദ്യോഗിക ജീവിതത്തെയും കുറിച്ചാണ് പറയുന്നത്. ഗുണപരമായ ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തികച്ചും അനുകൂലമായ സമയമാണിത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉറപ്പായും ലഭിക്കാൻ യോഗ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി നേടാൻ ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കഴിവും മേലധികാരികളാൽ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെയും എതിരാളികളുടെയും തന്ത്രങ്ങളെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ സാധിക്കും. ഇനി തൊഴിൽ മേഖലയിലെ ദോഷപരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇടവക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനം കാരണം ജോലി സ്ഥലത്ത് അനാവശ്യമായ സ്ഥലം മാറ്റം, അധിക ജോലിഭാരം, മാനസിക സമ്മർദ്ദം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണം. ദേഷ്യത്തിലോ അസ്വസ്ഥതയിലോ നിലവിലുള്ള ജോലി പെട്ടെന്ന് രാജിവെക്കുവാനോ ഒഴിവാക്കുന്നതോ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്.
അടുത്തത് നമുക്ക് കുടുംബ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും നോക്കാം. അവയുടെ ഗുണപരമായ ഫലങ്ങളെന്ന് പറയുന്നത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും സന്തോഷ നിമിഷങ്ങളും വർദ്ധിക്കും. അവിവാഹിതർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കപ്പെടും. ബന്ധുക്കളുമായുള്ള മുൻകാല തെറ്റിദ്ധാരണകൾ മാറി സഹകരണമുണ്ടാകും. കുടുംബസമേതം തീർത്ഥാടനങ്ങൾ നടത്തുവാൻ സാധിക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരുന്ന ദമ്പതിമാർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. ഇനി കുടുംബപരവും ദാമ്പത്യപരവുമായിട്ടുള്ള ദോഷപരമായ ഫലങ്ങൾ. ദാമ്പത്യ ബന്ധത്തിൽ ചില നിസാര കാര്യങ്ങളെ ചൊല്ലി വിട്ടുവീഴ്ച മനോഭാവം കുറയുന്നത് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രി ചെലവുകൾ ഉയരാം. പ്രണയ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ആശയവിനിമയം സുതാര്യമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. ഇനിയിപ്പോൾ ആരോഗ്യവും മാനസികാവസ്ഥയും നോക്കാം. അതിൻ്റെ ഗുണപരമായ ഫലങ്ങളെന്ന് പറയുന്നത് പൊതുവെ നല്ല ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പഴയ കാല രോഗങ്ങളിൽ നിന്ന് ക്രമേണ ആശ്വാസം ലഭിക്കും. അതുപോലെ ദോഷപരമായ ഫലങ്ങളെന്ന് പറയുന്നത് അസിഡിറ്റി, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം. പുറം ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അമിതമായ ജോലിഭാരം കാരണം ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടേക്കാം. രാത്രികാല യാത്രകളിലും വാഹന ഉപയോഗത്തിലും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ജാഗ്രത പുലർത്തി വേണം നിൽക്കാൻ. ഇനി നമുക്ക് മാസം തിരിച്ചുള്ള വിശദമായ ഫലങ്ങൾ നോക്കാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അതായത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ. ഈ മാസങ്ങളിലുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് 1202 ആണ്ട് കൊല്ലവർഷത്തിൻ്റെ തുടക്കം കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ഉന്മേഷവും പുരോഗതിയും നൽകുന്നതാണ്. കരിയറിൽ പുതിയ തുടക്കങ്ങൾക്കും പദ്ധതികൾക്കും ഈ സമയം വളരെ അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും. സാമ്പത്തികമായി ധനവരവ് വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുകയും ചെയ്യും. ഇനി ഇതിനുള്ള ദോഷം എന്ന് പറയുന്നത്, ഈ മാസത്തെ ദോഷമെന്ന് പറയുന്നത് കന്നി, തുലാം മാസങ്ങളിൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ദഹനക്കേടും അനുഭവപ്പെടാം. കുടുംബത്തിൽ ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ പാലിക്കണം. ബിസിനസ്സിൽ വലിയ തുക കടം കൊടുക്കുന്നത് ഒഴിവാക്കണം. ഇനി ധനു, മകരം, കുംഭം, മീനം, അതായത് ഡിസംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. ഈ മാസങ്ങളിലെ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമായി മാറും. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. വീട് പണി, വസ്തുവാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി കാണും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം നേടുന്നതിന് സാധിക്കും. ഇനി ഈ മാസത്തെ ദോഷങ്ങളെന്ന് പറയുന്നത് കുംഭം, മീനം മാസങ്ങളിൽ അനാവശ്യമായ യാത്രാക്ലേശവും ആഡംബര ചെലവുകളും വർദ്ധിക്കും. കണ്ടകശനിയുടെ സ്വാധീനം മൂലം ഇടവക്കൂറുകാർക്ക് ജോലിസ്ഥലത്ത് അധിക ജോലിഭാരവും മേലധികാരികളുടെ അതൃപ്തിയും നേരിടേണ്ടി വന്നേക്കാം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം അഥവാ ഏപ്രിൽ, മെയ്, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ. ഈ മാസത്തെ ഗുണങ്ങളെന്ന് പറയുന്നത് വ്യാഴമാറ്റം അനുകൂലമാകുന്നതോടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ സുരക്ഷിതത്വം ഉണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭമുണ്ടാക്കാൻ കഴിയും. സമൂഹത്തിലെ മാന്യതയും സ്ഥാനമാനങ്ങളും വർദ്ധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. ഇനി ഈ മാസങ്ങളിലെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് വേനൽക്കാല മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. ചൂട് സംബന്ധമായ രോഗങ്ങളും വാഹന ഉപയോഗത്തിലും ശ്രദ്ധ വേണം. ശ്രദ്ധ വേണം. പങ്കാളിയുമായോ ബിസിനസ് പങ്കാളിയുമായോ ആശയവിനിമയത്തിൽ തടസ്സങ്ങളോ തെറ്റിദ്ധാരണകളോ വരാതെ സൂക്ഷിക്കണം. അടുത്തതായി കർക്കിടകം ഒടുവിൽ മുതൽ അടുത്ത ചിങ്ങം വരെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരെ ഉള്ള ഫലങ്ങളെന്ന് പറയുന്നത് വർഷത്തിൻ്റെ അവസാന ഘട്ടമെത്തുമ്പോൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ മുഴുവൻ ഫലവും അനുഭവിക്കുവാൻ സാധിക്കും.
കുടുംബത്തിൽ സമാധാനവും നിശ്ചലമായ പദ്ധതികളുടെ സാഫല്യവും കാണാം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആ മാസത്തിലെ ദോഷവശങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നിമിത്തം സാമ്പത്തിക ചോർച്ചയോ അപമാനമോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രായമായ കുടുംബാംഗങ്ങളുടെ രോഗത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ഇനി പാദം തിരിച്ചുള്ള പ്രത്യേക ഫലം പറയുന്നത് കാർത്തിക 1-ാം പാദം അഥവാ മേടക്കൂർ. സാമ്പത്തികമായി മികച്ച മുന്നേറ്റമുണ്ടാകും. ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞുമാറും. കടബാധ്യതകൾ വീട്ടി സ്വതന്ത്രരാകാനും ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. അതുപോലെ കാർത്തിക 2, 3, 4 പാദങ്ങൾ അഥവാ ഇടവക്കൂർ. കണ്ടകശനി, രാഹുസ്വാധീനം മറ്റുമുള്ളതിനാൽ കൂടുതൽ കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ്. തടസ്സങ്ങൾ വരുമെങ്കിലും അവസാന വിജയം ഈ നക്ഷത്ര ജാതർക്ക് തന്നെയാകും. ദാമ്പത്യ ബന്ധത്തിലും ആരോഗ്യത്തിലും കൂടുതൽ കരുതൽ പുലർത്തുക എന്നുള്ളതാണ്. പ്രധാന ദോഷ പരിഹാരങ്ങളായി പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി ഭജനം. ചൊവ്വാഴ്ചകളിലോ കാർത്തിക നക്ഷത്ര ദിവസങ്ങളിലോ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, പഞ്ചാമൃത നിവേദ്യം, വേൽ സമർപ്പണം എന്നിവ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദിവസവും രാവിലെ കുളിച്ച് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും സൂര്യന് ജലാർഘ്യം സമർപ്പിക്കുന്നതും കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നതും ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എള്ളുപായസം, നീരാജനം തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും എന്നുള്ളതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ഭിന്നശേഷിക്കാർക്കോ ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ആത്മവിശ്വാസത്തോടെയും ഈശ്വരഭക്തിയോടെയും മുന്നേറിയാൽ 1202 കൊല്ലവർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങളും ഉയർച്ചയും ഉറപ്പായും ഉണ്ടാക്കും. ഉറപ്പായും അതൊരു സമ്മാനമായി തന്നെ നിലനിൽക്കും. അത്ര നല്ല ഒരു കാലമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 1202 ആണ്ട്. തീർച്ചയായും ഈശ്വര അനുഗ്രഹത്താൽ എല്ലാ നന്മയും കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.